താരസംഘടനയായ അമ്മയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് വരുത്താൻ നടനും വൈസ് പ്രസിഡന്റുമായ ജഗദീഷ് ഇടയാക്കിയെന്നാണ് അംഗങ്ങൾക്കിടയിൽ ഉയരുന്ന വിമർശനം. സംഘടന ഒരു പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കാതെ ജഗദീഷ് ആളാകാൻ നോക്കിയെന്നാണ് ആക്ഷേപം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മയുടെ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കാൻ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രസമ്മേളനം വിളിച്ചുവെങ്കിലും അതിനിടെ വൈസ് പ്രസിഡന്റായ ജഗദീഷ് സ്വന്തം നിലയ്ക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നടന്മാർക്കെതിരായ ലൈംഗികാരോപണങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് ഒഴിഞ്ഞുമാറാനാവില്ലെന്നായിരുന്നു ജഗദീഷിന്റെ നിലപാട്. സംഘടനയെ വെട്ടിലാക്കി ഇതിനൊപ്പം പത്രസമ്മേളനത്തിൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളിൽപ്പെട്ട ജനറൽ സെക്രട്ടറി സംഘവും പ്രതിഷേധത്തിലാവുകയും ചെയ്തു. മുഖ്യമന്ത്രിക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി പറയുന്നത് കേട്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകർ സിദ്ദിഖിനെയും സംഘത്തെയും പത്രസമ്മേളനത്തിലിട്ട് പൊരിച്ചത് ജഗദീഷിനെ പോലുള്ള ഒറ്റുകാരുടെ നിലപാടുകൾ മൂലമാണെന്നാണ് ചില അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. പറഞ്ഞ് അവസാനിപ്പിക്കാനും അങ്ങനെയുള്ള ആളുകളെ സിനിമാ സെറ്റിൽ നിന്ന് പുറത്താക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം തിലകന്റെ മകൾ തനിക്കെതിരെ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ അമ്മ എന്തെങ്കിലും അല്ല, ആ കുട്ടി പറഞ്ഞ കാര്യത്തിൽ നമ്മൾ വളരെയധികം ബഹുമാനത്തോടു കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. എന്ത് മനോഹരമായിട്ടാണ് ആ കുട്ടി പറഞ്ഞത്. ഇങ്ങനെ സിനിമാ മേഖലയിലേക്ക് വരാൻ പോലും ആഗ്രഹമില്ലാത്ത ഒരു കുട്ടിയോട് ഇങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ള ആളുകൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവുമെന്നാണ് ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടിക്ക് ഉണ്ടായ അനുഭവം ആ കുട്ടി വളരെ മനോഹരമായിട്ട് നേരിടുകയും അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അതാവണം, അങ്ങനെയല്ലേ വേണ്ടത്. പിന്നീട് അത് തുടരാൻ സമ്മതിച്ചിട്ടില്ല. അത് വളരെ മാന്യമായി വളരെ മനോഹരമായിട്ട് ആ കുട്ടി ഒരു കാര്യം ഡീൽ ചെയ്തതാണ് നമ്മളോട് പറഞ്ഞത്. തികച്ചും സ്വാഗതാർഹമാണ്. ഞാൻ ആ കുട്ടിയെ പേഴ്സണലായിട്ട് അഭിനന്ദിക്കുകയാണ് ചെയ്തത്. സോണിയ പറയുന്നു. ഇന്ന് മാത്രം ഷമ്മി പറയുന്നു സഹോദരിക്കുണ്ടായ അനുഭവത്തിൽ ദുരനുഭവത്തിൽ സംഘടനയ്ക്ക് കത്ത് നൽകിയിരുന്നു, പരാതി നൽകിയിരുന്നു. ഇല്ല, അങ്ങനെ പരാതി കിട്ടിയില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഇന്റർവ്യൂവിൽ സംഘടനക്കാൻ പരാതി കിട്ടിയിട്ടില്ല. മനോഹരമായി ഡീൽ ചെയ്തു. എത്ര സ്ട്രെസ് എടുത്തിട്ടുണ്ടാവും, എത്ര അനുഭവിച്ചിട്ടുണ്ടാവും ആ കുട്ടി. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അതിനകത്തുണ്ടെങ്കിൽ ഞാൻ ആ വാക്ക് തിരിച്ചെടുക്കാം. എനിക്ക് ആ കുട്ടിയുടെ ഒരു ബഹുമാനം തോന്നിയത് ഹൈപ്പവർ കമ്മിറ്റിയെ പറ്റിയല്ല ചോദിക്കുന്നത്. കൃത്യമായി 10-15 അംഗങ്ങളുള്ള ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു. ഇതിന്റെ തലപ്പത്തിരിക്കുന്നതിൽ ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഉണ്ട് എന്ന രൂക്ഷമായ പ്രതികരണം സംവിധായകൻ വിനയനിൽ നിന്നുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാം അതിന്റെ അംഗങ്ങളാകേണ്ടത്. താങ്കളുടെ പ്രതികരണം എന്താണ്? ഈ 15-10 അംഗങ്ങളുള്ള പവർ ഗ്രൂപ്പിനെ പറ്റി താങ്കൾക്ക് അറിയില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. അല്ല, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല. നേരത്തെ കോമ്പറ്റീഷൻ കമ്മീഷനിൽ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് ഇത്തരത്തിൽ പ്രമുഖ താരങ്ങളുടെ പേരടക്കം എടുത്തു പറയുന്ന ചില പരാമർശങ്ങളുണ്ട്. അവർ തന്നെ ആയിരിക്കുമോ ഈ ഹേമ കമ്മിറ്റി ഉദ്ദേശിച്ചത്? എന്തായിരിക്കും അതിനകത്തുള്ള അതിന് ഞാൻ എങ്ങനെ മറുപടി പറയും? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി പ്രവർത്തിച്ച WCC ആണ്. WCCക്ക് ഇപ്പോൾ കുറെ ആളുകൾക്ക് സിനിമയിൽ ഒരു അവസരം നിഷേധിച്ചാണ്. തുടക്കം മുതൽ ഇങ്ങോട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല. അങ്ങനെ ഒരു അവസരം നിഷേധിക്കാൻ പറ്റില്ല. ആർക്കും അങ്ങനെ സിനിമയിൽ അവസരം നിഷേധിക്കാൻ പറ്റില്ല. സിനിമ എന്നും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയുടെ ഭാഗമായി വരുന്നവർക്ക് കൂടുതൽ സിനിമകൾ ഉണ്ടാവും. മോഹൻലാലിനെ വെച്ചാൽ മമ്മൂട്ടി വെച്ച് സിനിമ ചെയ്യുമ്പോൾ മോഹൻലാലിന് മമ്മൂട്ടിക്ക് നിർദ്ദേശിക്കാലോ ഇന്നാളെ വേണ്ട, അങ്ങനെ നിർദ്ദേശിക്കാൻ പറ്റില്ല. അങ്ങനെ നിർദ്ദേശിക്കാൻ പറ്റില്ല. അല്ല, ഒരു കഥ ആവശ്യപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യരായ ആളുകളെയാണ് എപ്പോഴും ഒരു സിനിമ ആദ്യം സമീപിക്കുന്നത്. അവരെ ലഭിക്കാതെ വരുമ്പോഴാണ് ചില പിന്നെ അതല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് സിനിമയുടെ കാസ്റ്റിംഗ് നടക്കുന്നത്. അല്ലാതെ അവിടെ കുറെ ആളുകൾ ഇരുന്നിട്ട് നമുക്ക് മറ്റേ മതി ഇയാൾ മതി അങ്ങനെ തീരുമാനിക്കില്ല. അങ്ങനെയല്ല സിനിമയുടെ ഒരു കാസ്റ്റിംഗ് നടക്കുന്നത്. എനിക്കത് അതിനോട് യോജിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഒരിക്കലും ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ കഴിവുള്ള കലാകാരന്മാർ, പാർവതി കഴിവുള്ള നടിയാണ്. അവര് എത്രയും നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ചതാണ്. ഇപ്പോൾ റീസെന്റ് ഇറങ്ങിയ സിനിമകളിൽ അവർ അഭിനയിച്ചില്ല. വലിയ ഇടപെടലുണ്ടായി. പാർവതിക്ക് വലിയൊരു ഇടപെടലുണ്ട്. എന്തുകൊണ്ടാണ് അത്രയും തുടർച്ചയായി ഹിറ്റ് ഉണ്ടാക്കുന്ന ഒരു നടിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുക. ആ സിനിമ സംഭവം ഞാനും അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. എന്നെയും കുറെ ആളുകൾ ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. എന്നെ അങ്ങനെ ആരും ഒഴിവാക്കിയിട്ടില്ല. സിനിമകൾ കഴിയുമ്പോൾ സിനിമകൾ ഞങ്ങള് ഈ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് സിനിമകൾ കിട്ടിയാലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ വിചാരിച്ചാൽ ഒഴിവാക്കാനോ ഞങ്ങൾ വിചാരിച്ചാൽ ഒഴിവാക്കാം, വേണമെങ്കിൽ അത് മാറി നിൽക്കാം. അല്ല, ഞങ്ങൾ വിചാരിച്ച സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് മറ്റ് സംവിധായകരും തിരക്കഥാകൃത്തുക്കളും നിർമ്മാതാക്കളും അവസരം തന്നെങ്കിലേ ഞങ്ങൾക്ക് അഭിനയിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ സർക്കാർ കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചു. അതിനകത്ത് WCC പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അത് വേട്ടക്കാരും ഉണ്ടാകും, ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല. അത്തരം ഒരു സംഭവം നടക്കുമ്പോൾ അമ്മയുടെ നിലപാട് അതിനകത്ത് ആരൊക്കെ ആയിരിക്കും വരുമെന്ന് ഞാൻ ഈ ഇടയ്ക്കാണ് നിങ്ങൾ കോൺക്ലേവിനെ പറ്റി കേൾക്കുന്നത്. എന്താണ് ഈ കോൺക്ലേവിന്റെ ഉദ്ദേശമെന്നോ എന്താണ് ആ കോൺക്ലേവിന്റെ സ്ട്രക്ചർ എന്നോ ആരാണ് ഇപ്പൊ സർക്കാരാണ് ആ കോൺക്ലേവ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അത് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. ആ കോൺക്ലേവ് എന്താണെന്ന് പോലും എനിക്ക് അതിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കും. നേരിടുന്ന
ആളുകൾക്ക് റിപ്പോർട്ട് പുറത്തു വരുമെന്നൊരു ആദ്യം തീരുമാനിച്ചത് അങ്ങനെയാണ്. അതിനുശേഷം 2 ഹർജികൾ ഇതിനെതിരെ വരുന്നുണ്ട്. അതിൽ സജിമോൻ പാറയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, മൊഴി കൊടുത്ത അതല്ലെങ്കിൽ അവരുടെയും ജീവന് ഭീഷണിയാവുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടായേക്കാം എന്നൊരു സൂചകം കൂടി ഹർജിയിലുണ്ടായിരുന്നു. ഈ മൊഴി കൊടുത്തിട്ടുള്ള പല ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഹേമ കമ്മിറ്റി അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. ഇറ്റ് ഹാസ് ടു ബി ഹൈലി കോൺഫിഡൻഷ്യൽ എന്നൊരു നിർദ്ദേശം വെച്ചത്. പക്ഷേ തുടർന്നും ഇപ്പോഴും അത് പുറത്തു വരുമ്പോൾ തങ്ങളുടെ മൊഴി നൽകിയവരുടെ പേരുണ്ടോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളവരുടെ പേരുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ആയിരുന്നു തിരിച്ച് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ അത്ര വിജിലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക്, അതായത് മൊഴി നൽകിയ ആളുകൾക്ക് ഇത്തരം ജീവഹാനി ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ കരിയർ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നടപടികൾ ഈ പറയുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഇല്ല എന്ന് സിദ്ദിഖ് പറഞ്ഞ പവർ ഗ്രൂപ്പിലുള്ള ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടേണ്ടതാണ്, ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതിന്റെ പേരിലൊന്നും ഒരാളെ ഒന്നും ഒരു ഭീഷണിപ്പെടുത്തി നടത്താൻ സാധിക്കില്ല. നിങ്ങൾ ആലോചിച്ചു, അതൊക്കെ അങ്ങനെ അവർ ഭയപ്പെടുന്നുണ്ടാവാമായിരിക്കും. പക്ഷെ ആരാണ് ഇങ്ങനെ ഇതിന്റെ പേരിൽ ആരെ ഭീഷണിപ്പെടുത്തുന്നത്? അതിനൊന്നും ഒരു ഭീഷണി നടന്നിട്ടുണ്ടാകില്ല. അങ്ങനെ ഉണ്ടായാൽ തന്നെ നേരെ അവരെ കണ്ടുപിടിച്ച് നമ്മൾ ശിക്ഷിക്കാനുള്ള ഉണ്ട്. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ അതൊന്നും കണ്ണടച്ച് ഇരിക്കും തോന്നുന്നില്ല. അങ്ങനെയൊന്നും ഒരാളെ ഭീഷണിപ്പെടുത്തിയാൽ എന്തെങ്കിലും തെളിവ് വന്നാൽ തീർച്ചയായും ആ ഭീഷണിപ്പെടുത്തിയ ആൾ അകത്താകും. കൃത്യമായ ഡേറ്റ് ഓർമ്മയില്ല. ഇതിന് മുമ്പ് അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് കൂടെ ഒക്കെ വെച്ചിട്ട് ഒരു 10-20ഓളം നിർദ്ദേശങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നായിട്ട് പ്രധാനമായിട്ട് ചോദിച്ചത് ഇങ്ങനെ തുല്യ പ്രതിഫലം സിനിമയിൽ നടപ്പാക്കാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ ഇത്തരമുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പല സെറ്റിലും ഇല്ലാതെ പോകുന്നു. അപ്പൊ അതിന്റെ പേരിൽ ആ സൗകര്യങ്ങൾ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനെക്കുറിച്ചൊക്കെയുള്ള എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഞങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ചോദിച്ചത്. ഓർമ്മയില്ല. പക്ഷേ ആ റെക്കമെൻഡേഷൻസിൽ അതായിരുന്നില്ല പ്രധാനമായിട്ട്. ഈ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചുമാണ് കൂടുതൽ പറഞ്ഞത്. അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയുള്ളത് ഈ പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പലപ്പോഴും തുല്യ പ്രതിഫലം കൊടുക്കണം, അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ഈ സിനിമയിൽ അങ്ങനെ ഒരു വിവേചനം അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. അതിൽ സ്ത്രീകൾക്ക് കൂടുതൽ, ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലമായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ, ചിലപ്പോൾ പുരുഷന്മാർക്ക് കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് കൂടുതൽ. പക്ഷേ സ്ത്രീകൾ പ്രധാനമായിട്ട് ഉന്നയിച്ചത് അവർക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല. നമുക്കറിയാം ഇപ്പോൾ പ്രധാനപ്പെട്ട നടന്മാർക്കും നടിമാർക്കും ക്യാരവാൻ കൊടുക്കുന്നുണ്ട് ലൊക്കേഷനിൽ. എന്തുകൊണ്ട് വളരെ അടിസ്ഥാന സൗകര്യമായി ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നില്ല? ഇതൊക്കെ ഇഷ്യൂസ് അല്ലേ? ഇതെല്ലാം ഇഷ്യൂസാണ്. ഇതിലൊക്കെ ഞങ്ങൾ സംഘടനകൾ ഇടപെടുന്നത്, അഭിനയിക്കുന്നവരുടെ സംഘടനകൾ ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിപ്പോ സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ല. ഇപ്പൊ ഞങ്ങളെ ഈ സംഘടന ബേസിക് നീഡ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഒരു നിർമ്മാതാവിന് എത്ര കാരവൻ പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, അതനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് സാധാരണ ഒരു കാര്യം ചെയ്യും, നമ്മൾ ഇപ്പുറത്തോട്ട് മാറിക്കൊടുക്കാം, ഞങ്ങളൊരു 10 നടന്മാർ കൂടി ഒരു മുറിയിലിരിക്കാം, അല്ലെങ്കിൽ 5 പേര് ഒരു മുറിയിലിരിക്കാം, മറ്റത് സ്ത്രീകൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അല്ലാതെ ഒരു നിർമ്മാതാവിനോട് ഉടനെ ചെന്നിട്ട് സംഘടനയുടെ ഭാരമായി എന്നുള്ളതിൽ നിങ്ങളൊരു 3 കാരവനും കൂടി ഏർപ്പെടുത്തും എന്ന് പറയാൻ പറ്റില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഇത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇതൊന്നും മുമ്പത്തെ പരിസ്ഥിതി അല്ല. ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ച് നോക്കുന്നു, നിങ്ങൾ ഏതെങ്കിലും സെറ്റിൽ പോയി നോക്കും, ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട്. അല്ലാതെ സൗകര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇത് 4-5 വർഷം മുമ്പ് ശരിയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് അന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അത്തരം നിർദ്ദേശങ്ങൾ ആരൊക്കെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് എന്താണെന്നറിയാമോ, കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള വ്യക്തമായി പറയാൻ കഴിയാത്തത്. ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി, ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നേരെ മറിച്ച് കാസ്റ്റിംഗ് കൗച്ച് ഒരാളുടെ ഭാഗത്തുണ്ടായിരുന്നത് തീർച്ചയായിട്ടും അതിന് നടപടി എടുത്തിരിക്കും. അതിന് ഒരു ബുദ്ധിമുട്ടില്ല. നടനെ കുറിച്ച് പറയുന്നു, രാത്രി കാലങ്ങളിൽ നടികളുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ ഈ പ്രമുഖരൊന്നും നിങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെടാത്തവരാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത്? ഇത് ആരാണെന്ന് അറിഞ്ഞാലല്ലേ ഉൾപ്പെടുന്നവരാണോ ഉൾപ്പെടാത്തവരാണോ പറയാൻ സാധിക്കുള്ളൂ.
ഇതൊന്നും ആരാണെന്നോ എന്താണെന്നോ നമുക്കൊരു ഒരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടി എടുക്കാൻ എന്ത് ബാക്കി ചെയ്യാം. പോലീസ് അന്വേഷണം ആവശ്യപ്പെടാം. അത് നിങ്ങൾ തയ്യാറാകും? അല്ല, ഞാൻ പറഞ്ഞത് അത് അല്ലെങ്കിലും ഞങ്ങൾ ആവശ്യപ്പെടണം, അല്ലാണ്ട് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ ഏർപ്പെടുത്തുന്നു വിചാരിക്കാം. ഇത് ഒരു സിനിമ എന്ന് പറയുന്നത് എത്ര കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അത്രയും രൂപ അതിനേക്കാൾ കുറവ് പൈസ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സർക്കാർ വെക്കുന്നത്. അതിന് ഇന്ന കാര്യങ്ങൾ വേണം, ഇത്ര ശുചീകരണ സംവിധാനം വേണം, അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇന്ന സൗകര്യങ്ങൾ വേണം. ഇങ്ങനെ ഒരു ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ കൊണ്ടുവരട്ടെ. അപ്പോൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇങ്ങനെ വേണമെന്നൊരു നിബന്ധന വന്നാൽ ഇതൊക്കെ നമ്മൾ സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാ പ്രൊഡ്യൂസേഴ്സും പാലിക്കാൻ ബാധ്യതയാണ്. ഇതെല്ലാം സംഘടനയ്ക്ക് ചെയ്യാറാവില്ല. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ടും ഇതിന്റെയൊക്കെ തുടക്കം. ഇപ്പോഴും പക്ഷെ ആ നടി പുറത്താണ്. ഇരയ്ക്കൊപ്പം എന്നൊക്കെ പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടല്ലേ നിൽക്കുന്നത്. അവര് മരിച്ചുപോയി എന്നൊക്കെ കരുതുന്നതൊക്കെയാണ് മുൻ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനൊന്നും അല്ല പറഞ്ഞത്. അത് ആ 2020 എന്ന സിനിമ എടുക്കുന്ന രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ ആ കുട്ടി അഭിനയിച്ച ക്യാരക്ടർ മരിച്ചുപോയി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലാതെ ചെയ്യുന്നുണ്ടോ? അവരിപ്പോഴും പുറത്ത് തന്നെയല്ലേ? അല്ല, അതിന് കേസ് നടന്നുകൊണ്ടിരിക്കല്ലോ, കോടതിയിലേക്ക് അത് നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് വഴുതി പോകുന്നു. നമ്മളിപ്പോ സർക്കാർ നടപ്പാക്കിയ നല്ലതാണെന്ന് പറയുന്നു. എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് ആരോപണങ്ങൾ ഓരോന്നും നിങ്ങൾ നിഷേധിക്കണം. കാർത്തിക് പവർ ഗ്രൂപ്പിന്റെ നിഷേധിച്ചിട്ടില്ല. ആരോപണം നിഷേധിച്ചെന്ന് പറയല്ലേ? ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നു, ഈ കാർത്തിക് നടന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ കമ്മിറ്റിക്ക് മുമ്പിൽ പോയി മൊഴി കൊടുത്ത അംഗങ്ങൾ കള്ളം പറഞ്ഞു എന്നുള്ളതാണ് നിലപാട്? അല്ല, ഒരിക്കലും അല്ല. കമ്മിറ്റിക്ക് മുമ്പിൽ പോയി അംഗങ്ങൾ പറഞ്ഞ കമന്റുകൾ അതിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതല്ലാതെ ഇതിന് കോമൺ ആയിട്ട് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ നമ്മൾ നേരിട്ട് വന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയാം. അതിൽ ഒരു ജനറലൈസ് ചെയ്ത് അങ്ങനെ പറയാൻ സാധിക്കില്ല. പറഞ്ഞിട്ട് സാർ, അങ്ങ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ്, ആർക്കെല്ലാം അങ്ങ് ക്ലീൻ ചിറ്റ് കൊടുക്കും ഈ ഒരു അവസരം? അങ്ങനെ ഒരു അമ്മയുടെ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് കൊടുക്കാതിരിക്കാനുള്ള ഒരു പദവിയല്ല. നമ്മൾ ആരെയും സെക്രട്ടറി ചെയ്യേണ്ട കാര്യം. 506 പേരടങ്ങുന്ന ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഈ 506 പേരെ ഓരോ മെമ്പേഴ്സിനോട് അല്ലാതെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട ഒരു അതോറിറ്റി അല്ല. ഇത്രയും മാറ്റമാണ് അമ്മ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് വന്നു, ഒരുപാട് പരാതികൾ ഉണ്ടായെന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അമ്മയല്ല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടത് സർക്കാരാണ്. സർക്കാർ അതിനുള്ള നിർദ്ദേശങ്ങൾ കേട്ടിട്ട് സർക്കാരാണ് മാറ്റം കൊണ്ടുവരേണ്ടത്. ആ മാറ്റത്തിനോടൊപ്പം അമ്മ സഹകരിക്കാൻ സാധിക്കും. അമ്മയ്ക്ക് മാറ്റം കൊണ്ടുവരാനുള്ള അധികാരമില്ല. എന്തൊക്കെയാണ് അവരോട് ചോദിച്ചല്ലെങ്കിൽ അവർ പറഞ്ഞത്? ഏതാണ്? മമ്മൂട്ടി മോഹൻലാൽ കമ്മിറ്റി മുമ്പിൽ ഹാജരായി ഞാനത് വിശദമായിട്ട് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു നേരത്തെ പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പറഞ്ഞൊരു കാര്യം, ഈ റിപ്പോർട്ട് വെച്ച് പുകമറ സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിൽ ചില ഭാഗങ്ങൾ മാത്രം റിപ്പോർട്ടിലെ തന്നെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഒഴിവാക്കിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകളൊക്കെ പുറത്തു വരികയാണെങ്കിൽ ആ പുകമറ സൃഷ്ടിക്കുന്ന ഒഴിവാക്കി കൂടെ മാറും, തീർച്ചയായിട്ടും മാറും. അല്ല, അതാണ് ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത്? മുദ്ര വെച്ച കവറിൽ ഫുൾ റിപ്പോർട്ട് കൊടുക്കാനാണ്. അത് വരട്ടെ, ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ വന്നതിന് ശേഷം ആവശ്യങ്ങൾ വരട്ടെ. അല്ല, ഹർജി കൊടുക്കേണ്ട കാര്യമില്ല. സർക്കാരിന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ച അതിന്റെ ആവശ്യമില്ല. താങ്കൾ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അതെ, സ്വാഭാവികമായും താങ്കളുടെ സഹപ്രവർത്തകർ നേരിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഹർജിയിൽ ചേരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യമില്ല. അല്ല, നമ്മള് അതിന് ഹർജിയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ കോടതി പറഞ്ഞല്ലോ റിപ്പോർട്ട് കൊണ്ട്. നമ്മൾ ഹർജി ചേരുന്നതിന് മുമ്പേ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞല്ലോ ഇത്രാം തീയതി ഹാജരാക്കണം എന്ന് പറഞ്ഞു. പറയുന്ന കാര്യം ഇനി ഉണ്ടെങ്കിൽ അല്ല, അതില് ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പരാതിയുള്ളവരെ സഹായിക്കാനായിട്ട് പോലീസിൽ പരാതിയുള്ളവര് അമ്മയുടെ സഹായത്തിൽ അവരെ പോലീസിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. തീർച്ചയായിട്ടും മുൻ ജനറൽ സെക്രട്ടറിയാണ് ഇടവേള ബാബുവിനെതിരെ പേരെടുത്ത് പറഞ്ഞൊരു നടി രംഗത്തെത്തിയിരുന്നു. 2018 അവർക്കുണ്ടായ ഒരു മോശം അനുഭവം കൃത്യമായി വിവരിച്ച് അവർ പേരെടുത്ത് പറഞ്ഞാണ് രംഗത്തെത്തിയത്. അത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഹേമ കമ്മിറ്റിയിൽ
ആരോപണം ഉന്നയിക്കപ്പെട്ടതാണ്, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറമെ ഈ പേരെടുത്ത് പറഞ്ഞ രംഗത്ത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിരുന്നോ? ആ ആരോപണം ശക്തമായാൽ അമ്മ അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? തീർച്ചയായിട്ടും അതിനുള്ള നടപടികൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളെ പറ്റി അന്വേഷിക്കും. ഇന്നലെയാണ് ആ ഒരു ക്ലിപ്പിംഗ് പുറത്തു വന്നത്. ബാബുവായിട്ട് ബന്ധപ്പെടാനോ ഒന്നും വന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ അല്ല, ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. അമ്മയിലെ അംഗങ്ങളായിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ട് 2 പെൺകുട്ടികൾ എന്റെ കൂടെ ഇരിപ്പുണ്ട്. അവരോടും കൂടെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കും. അവർക്ക് ഇത്രയും കാലം ഈ സംഘടനയിലും ഇൻഡസ്ട്രിയിലും ഉണ്ടായ ആളുകളാണ്. നടിമാരാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. വളരെ രൂക്ഷമായ പരാതികൾ ഉന്നയിച്ചു. എന്നിട്ട് ഇപ്പോൾ ജനറൽ സെക്രട്ടറി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു അത്തരത്തിലൊരു പ്രവണതയൊന്നും അമ്മയ്ക്കുള്ളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വിശ്വാസം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് സിനിമ ഇൻഡസ്ട്രിയെ കാണുന്നത്? ഇത്തരത്തിലുള്ള മോശം പ്രവണതകളൊന്നുമില്ലേ? കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള പ്രവണതകളൊന്നും സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ലേ മലയാളത്തിൽ? ഞാൻ എത്ര കാലമായി സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നേ വരെ എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ എന്നൊന്നും പറഞ്ഞിട്ട് ഇപ്പം ആരോ നേരത്തെ പറയുന്നത് കേട്ടു, ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്, ചാൻസുകൾ കൊടുത്തില്ല. ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ അഭിനയിക്കുന്നില്ല. അത് ആളുകള് അവർക്ക് ഞാൻ ജോമോളുടെ ചോയ്സ് ആയിരുന്നു. ഇത് അങ്ങനെയല്ലേ? ഇത് പാർവതി വളരെ കത്തി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്രത്യക്ഷ വളരെ ആക്റ്റീവാണ്. പക്ഷെ അവരിപ്പോ അവരഭിനയിച്ചൊരു അത് നമ്മളൊരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റി നമുക്ക് അത് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. പേരിൽ ആർക്കും അവസരം ലഭിക്കാതിരുന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ജഗദീഷിനെതിരെ ഇപ്പോൾ വികാരം ആഞ്ഞടിക്കുകയാണ്. ജഗദീഷ് സത്യസന്ധമായി സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞതിനെ ഇപ്പോൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അമ്മ അംഗങ്ങൾ. ജഗദീഷിനെ ഇനി സംഘടനയിൽ നിന്ന് പുറത്താക്കാനും പുറത്ത് പുകച്ചു ചാടിക്കാനും സിനിമയിൽ നിന്ന് ഔട്ടാക്കാനുമുള്ള ശ്രമങ്ങൾ 15-അംഗ പവർ ഗ്രൂപ്പ് നടത്തുമോ എന്നാണ് അറിയേണ്ടത്. ജഗദീഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായ തനിക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് അൻസിബ ഹസൻ. വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണമെന്നും അൻസിബ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടക്കുന്ന ചർച്ചകൾക്കിടെയാണ് സിനിമയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തുറന്നു പറച്ചിലുമായി നടിയും താരസംഘടനയായ അമ്മയുടെ തന്നെ എക്സിക്യൂട്ടീവ് അംഗവുമായ അൻസിബ ഹസൻ രംഗത്ത് നിന്ന് ബംഗാളി നടിയുടെ ആരോപണത്തിലൊപ്പം നിൽക്കുന്നുവെന്നും തെളിവുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും അൻസിബ ആവശ്യപ്പെട്ടു. കൃത്യമായ തെളിവുണ്ടെങ്കിൽ ആരായാലും നടപടിയെടുക്കണം. ഇരയുടെ കൂടെ താൻ ഉണ്ടാകും. തൊഴിലിടത്ത് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. മോശം മെസ്സേജ് അയച്ച ആൾക്ക് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടിയിൽ വിഷയം അവസാനിപ്പിച്ചുവെന്നും പരാതിപ്പെടാൻ പോയില്ലെന്നും അൻസിബ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്രയും സ്ത്രീകൾ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വസ്തുതയുണ്ടാവും. റിപ്പോർട്ട് ഗൗരവത്തോടെ കാണുന്നുവെന്നും അതിന് കാരണക്കാരായ വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണമെന്നും അൻസിബയും ആവശ്യപ്പെട്ടു. ജഗദീഷും അൻസിബയും ഒക്കെ ഇങ്ങനെ അഭിപ്രായം പറയാൻ തുടങ്ങിയതോടെ പ്രതിസന്ധിയിലാകുന്നത് താരസംഘടനയായ അമ്മ തന്നെയാണ്.